ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു 100 ഡേയ്സ് ട്രേഡിംഗ് ചാലഞ്ച്. അപ്പോൾ ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ മുന്നേ കുറച്ച് കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മുന്നത്തെ ഇതുവരെയുള്ള PNL ഒക്കെ കാണിക്കുക. അപ്പോൾ ഇതുവരെയുള്ള PNL അവിടെ കാണാം. 2,50,000 ഇതുവരെ ടോട്ടൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, സ്ക്രീനിൽ കാണാം. എൻ്റെ വെരിഫൈഡ് PNL ആണ്, ഇതവിടെ വെരിഫൈഡ് ഉണ്ട്. ഫ്ലാറ്റ് ട്രേഡിൻ്റെ ബാക്ക് ഓഫീസാണിത്. അപ്പോൾ ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണാം, ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ ആണ്. ഇത് ഞാൻ എഡിറ്റ് ചെയ്തുണ്ടാക്കിയൊരു ഫോട്ടോ ആണ്. ഇതിൻ്റെ ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒറിജിനൽ ഇവിടെ ഇതാ, ഈ ഫ്ലാറ്റ് റേറ്റിൽ പോയി നോക്കിയാൽ ഇതാണ് ഇതിൻ്റെ ഒറിജിനലിൻ്റെ ശരിക്കുള്ള PNL ഇതാണ്. ഇത് ഈ സംഭവത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതൊരു കുട്ടിക്കും എഡിറ്റ് ചെയ്യാവുന്ന സംഭവമാണ്. ഇപ്പം ഞാനിവിടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഈ സംഭവം. അപ്പോൾ ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുന്നത്തെ ഏതൊരു വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, വേറെ ഏതൊരു ആളെ കോഴ്സിന് ചേരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് PNL ഒക്കെ ചോദിച്ചു നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ചേർന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതാണ്, ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ കഴിഞ്ഞ കൊല്ലത്തെ PNL അതിന് മുന്നത്തെ പോലത്തെ PNL ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ PNLും കാര്യങ്ങളൊക്കെ ഏതൊരാൾക്കും അതിന് വലിയ ട്രേഡർ ഒന്നും ആവണമെന്നില്ല, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വരെ ചെയ്യാൻ കഴിയുന്ന സംഭവമാണിത്. ഈ മറ്റേ ഓരോ സൈറ്റിലൊക്കെ കയറി നോക്കിയാൽ സുഖസുന്ദരമായിട്ട് ക്യാൻവാൻ്റെയോ ഏതെങ്കിലുമൊക്കെ പോയിക്കാൽ സുഖസുന്ദരമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊന്നും ദയവേത് ആരെങ്കിലും പോയി വീണ് പോരുത്. ഇതൊക്കെ ഫേക്കാണ്. ഫേക്കായിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന സംഭവമാണ്. ഇതൊക്കെ കോഴ്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഓരോരുത്തർ ഉണ്ടാക്കി വരുന്ന സംഭവങ്ങളാണ്. ഇതിപ്പോൾ കുറച്ച് പെർഫെക്ഷൻ കുറവായിരിക്കും, ഒറ്റനോട്ടത്തിൽ കണ്ടാൽ അതേപോലെ തോന്നെങ്കിലും ഇനി കുറച്ചും കൂടെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് എഡിറ്റ് ചെയ്യുക, കുറച്ചും കൂടെ ഒറിജിനാലിറ്റി വരുത്താം. ഇതിപ്പോൾ ഈ നമ്പറൊന്നും ഇവിടെ എഡിറ്റ് ചെയ്തിട്ടില്ല ഞാൻ, അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് മറ്റേ AI ChatGPT മറ്റേത് മറിച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഇനി വീഡിയോ വേണമെങ്കിൽ വീഡിയോയും എഡിറ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ ഓരോ സംഭവം വരുമല്ലോ, അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയൊരു സംഭവമാണിത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി ദയവേത് വീണോ വരുത്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ പോയാണ് ഇന്നെടുത്ത ട്രേഡ്. ഇന്നാകെ ഒരു ട്രേഡാണ് എടുത്തത്, അതിൽ SL ആണ്. പിന്നെ ഓർഡറിൽ പോയി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. എടുത്ത എൻട്രീൻ്റെ ടൈം 9:29 എടുത്ത് 30:31 2 മിനിറ്റ് കൊണ്ട് SL അടിച്ച്. നമുക്ക് ചാർട്ടിൽ പോയി നോക്കാം. ബാങ്ക് നിഫ്റ്റീൻ്റെ എൻട്രി എടുത്ത ടൈം 9:29 ആണ്. രാവിലെ തന്നെ ഈ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എൻട്രി എടുത്തിട്ടുണ്ട്. ക്യാൻഡിൽ കഴിയാനായ സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. അതിനുള്ള കാരണം ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് താഴോട്ടേക്ക് വരുന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈനും കൂടെ കാണാം. നമുക്ക് ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ വെഡ്ജ് പാറ്റേണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്ന രീതിയിൽ ഒരു സാധനം നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ സംഭവമൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, രാവിലെ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്ത് താഴോട്ടേക്ക് വന്ന് ഈ ലിക്വിഡിറ്റിയൊക്കെ എടുത്ത് മേലോട്ടേക്ക് കയറി. അങ്ങനെ കയറിയ സമയത്ത് എൻട്രി കുറച്ച് ലേറ്റായി പോയി. ശരിക്കും ടിപ്പിൽ തന്നെ എടുക്കേണ്ടിയിരുന്നു, പക്ഷേ താഴ്ന്ന് എനിക്ക് കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന് കുറച്ച് മേലെത്തി ഈ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോഴാണ് എടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ SL അടിച്ച്. പിന്നെ ഹൈ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് എനിക്ക് എൻട്രിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ആ ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് 1 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9:29 ആണെന്ന് തോന്നുന്നുണ്ട് സമയം. 9:29 ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു ക്യാൻഡിലെടുത്ത് 31 SL അടിച്ച് പിന്നെ കുറച്ച് മേലോട്ട് പോയി, പിന്നെ താഴേക്ക് വന്ന് പിന്നെ ഇങ്ങനെയൊക്കെ പോയി. അന്ന് നമ്മളെ വിഷയമല്ല മാർക്കറ്റ് എങ്ങനെ പോയി. അപ്പോൾ ശരിക്കും ഇവിടുന്ന് എവിടെയെങ്കിലൊക്കെ എടുക്കേണ്ട ട്രേഡായിരുന്നു. അത് കുറച്ച് ലേറ്റായി വല്ലാണ്ട് അങ്ങ് കയറിപ്പോയി. അത് കുഴപ്പമില്ല, നമ്മൾ പ്രോസസ്സ് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് ട്രേഡ് എടുത്തു. SL ആണെങ്കിൽ SL, ടാർഗറ്റ് ആണ് ടാർഗറ്റ്. ഇന്ന് SL അടിച്ചു, അതിൽ നിർത്തി, അത്രേ ഉള്ളൂ. പിന്നെ ഇതുവരെയുള്ള ജേർണൽ കാണിച്ചു തരാം. ജേർണൽ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ട്രേഡിംഗ് ഡേൻ്റെ ഡേ 18 തോന്നുന്നു. 18 അപ്പോൾ 18 ദിവസം ആയതുകൊണ്ട് ഇനി നാളെ മറ്റന്നാൾ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ 20 ഡേയ്സ് കംപ്ലീറ്റ് ആവും. 20 ഡേയ്സ് പറയുമ്പോൾ ഫസ്റ്റ് ലെവലാണ്. അതായത് 100 ഡേയ്സ് ചാലഞ്ച് ഞാൻ 5 ലെവലായാണ് ചെയ്യുന്നത്. 20 ദിവസം വെച്ചിട്ട് 5 ലെവലായിട്ട് തന്നെ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ലെവൽ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. എന്തായാലും ഫസ്റ്റ് ലെവൽ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇപ്പോൾ ഇത്രയും പ്രോഫിറ്റ് ഇനി നാളെ മറ്റന്നാൾ ലോസ് വന്നാലും ഓവറോൾ പ്രോഫിറ്റ് തന്നെ ആയിരിക്കും. ആവറേജ് ഒരു 20% ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം. പക്ഷേ ട്രേഡിംഗ് നമുക്കൊന്നും പറയാൻ പറ്റില്ല, എന്താണ് സംഭവിക്കാം. അപ്പോൾ
ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. ഇതുവരെയുള്ള ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ കാര്യം എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഈ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരാൾ പ്രോഫിറ്റബിൾ ആണ് എനിക്കും വേണമെങ്കിൽ ഇതൊരു ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കാം, എന്നിട്ട് ഈ ഫോട്ടോ എടുത്ത് ഇതിൻ്റെ കഴിഞ്ഞ മാസത്തെ PNL ആണ്, അല്ലെങ്കിൽ ഇത് ഫുള്ള് കളറടിച്ചിട്ട് ഇതിൻ്റെ ഒരു കൊല്ലത്തെ PNL ആണ്, ഒരു കൊല്ലം കൊണ്ട് ഞാൻ എത്ര ലക്ഷം ഉണ്ടാക്കി അല്ലെങ്കിൽ എത്ര കോടി ഉണ്ടാക്കിയൊക്കെ പറഞ്ഞിട്ട് എടുത്തിടുക. എന്നിട്ട് ഇത് നിങ്ങൾക്കും കൂളായിട്ട് ഉണ്ടാക്കുക, സുഖമായിട്ട് പോരി ഞാൻ പഠിപ്പിച്ച ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇതൊക്കെ കോഴ്സ് വിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം കുറച്ച് മുന്നേ ഡൽഹിയിൽ എവിടെയോ നോർത്തിലുള്ളൊരു ഹിന്ദിക്കാരൻ്റെ ചാനലിൽ 17 കോടിയിട്ടാണ് സെബി ഫൈൻ ഇട്ട് കൊടുത്തത്. അവൻ്റെ കോഴ്സ് വിറ്റിട്ട് അവൻ 17 കോടി ഉണ്ടാക്കി. പക്ഷേ അവൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് നോക്കിയപ്പോൾ 2 കോടി നഷ്ടത്തിലാണ്. അപ്പോൾ ട്രേഡിങ് ഇതിൻ്റെ ഈ കോഴ്സ് വിൽക്കാൻ പിന്നിൽ ഇത്ര മാത്രം സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്ര കോടികളെ സ്കാമൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ എന്താ പകത. അപ്പോൾ ഈ ആളുകളൊക്കെ നമുക്ക് ജെന്യൂനായിട്ടാണ് തോന്നുക. ഈ യൂട്യൂബിൽ ഇതിലൊക്കെ കാണുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്ക് ജെന്യൂനായിട്ട് തോന്നുക. ഈ സ്ക്രീൻഷോട്ട് ഇട്ട ആളെയും ഈ ഇങ്ങനത്തെ ഒരു സംഭവം ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ആളുണ്ട്. അപ്പോൾ അയാളും എൻ്റെ കമൻറ്റിലൊക്കെ വന്നാണ് അയാൾ ജെന്യൂനായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നൊക്കെയാണ് പറഞ്ഞത്. അത് ജെന്യൂൻ ആണോ അല്ല എനിക്കറിയില്ല. എന്തായാലും കൂടുതലും സ്കാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളെ ഹാർഡ് ഏൺഡ് ആയിട്ടുള്ള മണി നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കണ്ടൊക്കെ ചിലവാക്കുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.